അടുത്തായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ജയേട്ടൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. ശരിയാണ്. ഒരുപാട് ആരാധകരുണ്ടാവും, പക്ഷേ ഈ ആരാധകന് ഒരു പ്രത്യേകതയുണ്ട്. ജയേട്ടൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും അതിൻ്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രദീപ് കുമാർ. പ്രദീപ് കുമാറാണ് സമാഗമത്തിലെ അടുത്ത അതിഥി. ഞാനിതാ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. പ്രദീപ് കുമാർ. ചേട്ടൻ പാടിയ ഏറെക്കുറെ എല്ലാ പാട്ടുകളും ഉണ്ട് അല്ലേ? എന്ന് തൊട്ടാണ് ഇതിങ്ങനെ ഈ പാട്ടുകൾ ശേഖരിക്കണമെന്ന് തോന്നി തുടങ്ങിയത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ ജയേട്ടൻ്റെ പാട്ടുകളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അത് വോയിസിനോടാണ്. പാട്ട് പാടുമ്പോൾ ലയം ജയേട്ടൻ്റെ, പിന്നെ പാട്ടിനകത്തുള്ള ദൈവിക ശക്തി ജയേട്ടനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മറ്റെല്ലാ കാര്യത്തിനും മാറ്റി നിർത്തുന്ന ജയേട്ടൻ അത് തന്നെയാണ്. അപ്പം അന്ന് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പാട്ട് കേൾക്കാനുള്ള ഏക ഉപാധി റേഡിയോ മാത്രമാണ്. റേഡിയോയിൽ പലപ്പോഴും 1 മണിക്കൂർ ഇരുന്ന് പാട്ട് കേട്ടാലും ചേട്ടൻ്റെ പാട്ട് പലപ്പോഴും ഇടത്തില്ല. അവർ ആകാശവാണി അതുപോലെ തന്നെ വിവിധ ഭാരതി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ചില സിനിമകളിൽ ജയേട്ടൻ്റെ പാട്ടാണ് വളരെ ഹിറ്റാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇടത്തില്ല അവർ. ഒരു ഒതുക്കൽ പ്രക്രിയ അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹമായി എനിക്ക്. അങ്ങനെ 81 ഒരു ടേബിൾ കാർ വാങ്ങിച്ചു ആദ്യമായിട്ട്, നാഷണൽ പാനാസോണിക്. അത് വാങ്ങിച്ചിട്ട് ആദ്യം ഇടുന്നത് പുഷ്പാഞ്ജലി എന്നുള്ള കാസറ്റാണ്. പുഷ്പാഞ്ജലി, വിഘ്നേശ്വരാന്തിൻ നാളികേരം, ആ പാട്ടിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം കുറച്ച് നേരത്തെ പാടി. അപ്പോൾ അത് അന്ന് തൊട്ട് പാട്ടുകൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും കേൾക്കാമല്ലോ. ഇത്രയും 1 മണിക്കൂറും 2 മണിക്കൂറും കാത്തിരിക്കണ്ടല്ലോ. അങ്ങനെ എത്ര മണിക്കൂറാണെങ്കിലും കേൾക്കാൻ പറ്റും. അപ്പോൾ അന്ന് തമിഴ് പാട്ട് കേൾക്കാനായിട്ട് സിലോൺ റേഡിയോ ആണ് പിടിക്കുന്നത്. സിലോൺ റേഡിയോ പിടിച്ച് കഴിഞ്ഞാൽ തമിഴ് പാട്ട് ഇടണം. പക്ഷേ അത് ഷോർട്ട് ബാൻഡ് ആയത് കാരണം അത് കൂടിയും കുറഞ്ഞും കേൾക്കുള്ളൂ. അപ്പോൾ നല്ല ഹൈറ്റിൽ കൊണ്ട് ആൻറ്റിനയൊക്കെ കെട്ടി എന്നിട്ട് റേഡിയോയിൽ പിടിച്ച് കണക്ഷൻ കൊടുത്ത് ചെയ്യുമായിരുന്നു. കുറച്ച് റേഡിയോ മെക്കാനിക്സ് അറിയാം എനിക്ക്. അപ്പം അങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങിയാണ് പാട്ടുകൾ. ഒരു 84-85 ആയപ്പോൾ റെക്കോർഡ് കളക്ഷൻ തുടങ്ങി. ഞാൻ MSc ഒക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂഷൻ എടുത്ത് തുടങ്ങി. കുറച്ച് പൈസ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത ചിന്ത എല്ലാ റെക്കോർഡും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കേരളം മൊത്തം ട്രാവൽ ചെയ്ത്, തമിഴ്നാട്ടിൽ കുറേ ദൂരം ട്രാവൽ ചെയ്ത്, ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ സൗണ്ട്സ് കാണുമല്ലോ, അജിന്ത സൗണ്ട്സ്, അതുപോലെ ഏതെങ്കിലും സൗണ്ട്സ് ആരെ കണ്ടാൽ ഉടനെ അതിനാണ് നോക്കുന്നത്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ അവിടെ പോകും. അവരിൽ പഴയ റെക്കോർഡ് കാണും. ഈ 85-86 കാലഘട്ടം റെക്കോർഡൊക്കെ നിന്ന് തുടങ്ങി. അവർ ഉപയോഗിക്കല്ലാതെ മാറ്റി വെച്ചിരിക്കുക. അവർ ഇത് കംപ്ലീറ്റ് പോയി വാങ്ങിച്ചു. ഇതിൽ ജേട്ടൻ്റെ പാട്ടുകൾ നോക്കി മാത്രം എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അവർ മൊത്തമാണെങ്കിൽ ഒരു ഹോൾസെയിൽ റേറ്റ് പറയും. എനിക്ക് മൊത്തം വേണ്ട. എനിക്ക് ജേട്ടൻ്റെ പാട്ടല്ലാതെ ഒരു ശബ്ദം കേൾക്കാൻ എന്നെ മരണം വരെ എനിക്ക് പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ റെക്കോർഡ് കളക്ഷനിലേക്ക് വരുന്നത്. എന്നാണ് ജേട്ടൻ ആദ്യം കാണുന്നത്? അയ്യോ, അതൊക്കെ ഒരു ഈശ്വരാധീനം പോലെ നടന്നേ ഉള്ളൂ. ഞാൻ BSc പഠിക്കുന്ന കാലത്ത് ജയേട്ടൻ്റെ ഒരു പ്രോഗ്രാം പുത്തരിക്കണ്ട മൈതാനത്ത് വരികയാണ്. ജയചന്ദ്രൻ, SP ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ പാടുന്നു. അവിടെ ഒരു അഖിലേന്ത്യാ പ്രദർശനം നടക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഓഡിറ്റോറിയത്തിനകത്ത് ജയേട്ടൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അഡ്രസ്സ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് നടന്നില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറി കാണാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് അകത്ത് കയറിയൊന്നുമില്ല. ചുറ്റും നിന്നൊരു കറക്കമൊക്കെ ഇറങ്ങി. അപ്പോൾ അഡ്രസ്സ് കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് സിനിമാ മാസിക എന്ന് പറഞ്ഞൊരു മാഗസിൻ പണ്ടുണ്ടായിരുന്നു, സിനിമാ മാസിക. അതിനകത്ത് ജയേട്ടൻ്റെ പടവും അഡ്രസ്സും അടിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ജയേട്ടൻ ലെറ്റർ എഴുതി, ഞാനിങ്ങനെ ആരാധകനാണ്, കുറേ കളക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പരിചയപ്പെടണമെന്നുണ്ട്. ഞാൻ അയച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജയേട്ടൻ ലെറ്റർ തിരിച്ചു വന്നിരുന്നു. ആ ലെറ്റർ വന്നപ്പോൾ ഒരു ഫോട്ടോ ഞങ്ങൾ വെച്ചിരുന്നു അതിനകത്ത്. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ജയേട്ടൻ തിരിച്ച് എനിക്ക് ലെറ്റർ എഴുതി വന്നു, ഇതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. അത് കിട്ടിയ അത് ലെറ്റർ കൈ കിട്ടിയ സമയത്തുള്ള സന്തോഷമൊന്നും പറയാൻ പറ്റില്ല. വീണ്ടും ഞാൻ ലെറ്റർ എഴുതി, ഇങ്ങനെയാണ് എനിക്കിപ്പോൾ കാണണമെന്നുണ്ട്, പരിചയപ്പെടണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 83 നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം വരുന്നത്, ഭക്തിഗാന സുധ. പ്രദീപ് അവിടെ വരൂ, നമുക്ക് പരിചയപ്പെടാം. അത്ര 2 വരിയുള്ളൂ, അത്ര എഴുതുള്ളൂ. എഴുതി ഒരു ലെറ്റർ അയച്ചത്. ഞാൻ അങ്ങനെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയാണ് പരിചയപ്പെട്ടത്. അവിടെ വെച്ച് കാണുമ്പോഴത്തേക്ക് അതിശയമായിരുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ ദൈവം അത് അമ്പലത്തിൽ വെച്ചാണ് കാണുന്നത് ആദ്യമായിട്ട്. 83 വർഷമായി. മറ്റേതെങ്കിലും ആരാധകരുണ്ടോ ഇതുപോലെ എല്ലാ പാട്ടുകളും കളക്ട് ചെയ്ത് വെക്കുന്നതില്ല? ഇത്രയും ഉണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രദീപിൻ്റെ അത്ര ആരുടെ അടുത്തുണ്ടാവില്ല. പ്രദീപിൻ്റെ പുള്ളി വളരെ വളരെ ക്ലീനായിട്ട് വർഷങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലീനായിട്ട് വെച്ചിരിക്കുന്നത്. പലരും റെക്കോർഡ്സ് കളക്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്.
500 ഉണ്ട് 600 ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഇതായിട്ട് ആരും ഉണ്ടാവില്ല. ഞാനൊരു പുതിയ വീട് വെച്ചപ്പോഴത്തേക്ക് ഒരു റൂം ഈ മ്യൂസിക്കിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചു. ജേട്ടൻ്റെ പടവും വെച്ചിട്ട് എയർ കണ്ടീഷൻ ചെയ്ത് അതിനകത്ത് റെക്കോർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ജേട്ടൻ്റെ പാട്ടുകളുടെ കളക്ഷൻ വല്ലതും ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ കേൾക്കണമെങ്കിൽ ഇവിടെ വരെ വല്ല വീട്ടിൽ പോയി കേൾക്കേണ്ടി വരും. ജേട്ടൻ പറയുകയാണ് പ്രദീപിന് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പാട്ട് ഏതാണ്? ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ പാടാം എന്ന് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പ്രദീപ് പറയുക? ഇനിയും പൊടി ഒഴുകും പാടല്ലേ? ഇനിയും പുഴയൊഴുകും ഇതുവരെ, ഇനിയും കുളിർ കാറ്റോടി വരും, ഇനിയും പുഴയൊഴുകും ഇതുവഴി, ഇനിയും കുളിർ കാറ്റോടി വരും, ഇനിയും പുഴയൊഴുകും. ഒഴുക്കിനെതിരെ ഓളങ്ങൾക്കെതിരെ ഉയരുന്ന മൺചിറകൾ തകരും, മൺമറഞ്ഞ യുഗങ്ങൾ തൻ മന്ത്രവാദപുരകൾ മറ്റൊരു കൊടുങ്കാറ്റിൽ തകരും, മറ്റൊരു കൊടുങ്കാറ്റിൽ തകരും, ഇനിയും പുഴയൊഴുകും ഇതുവഴി, ഇനിയും കുളിർ കാറ്റോടി വരും, ഇനിയും പുഴയൊഴുകും.